നയന രാവിലെ കിച്ചണിൽ പോയി വീട്ടുജോലി ചെയ്യാൻ തുടങ്ങുകയാണ്. പക്ഷേ മുത്തശ്ശൻ വന്ന് അതിന് സമ്മതിച്ചില്ല. മോളുടെ ഇനിയുള്ള ജീവിതം ഈ അടുക്കളയിൽ തളച്ചിടേണ്ടതൊന്നുമല്ല. ഇനി മുതൽ ആദർശ് മോനോടൊപ്പം മോളും ഓഫീസിലേക്ക് പോയേ പറ്റൂ. മൂർത്തീസ് ജ്വല്ലേഴ്സിന്റെ ഡിസൈനറായി ഞാൻ മോളെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ മുത്തശ്ശന്റെ പറച്ചിൽ കേട്ട് നയനയാകെ ഞെട്ടി നിൽക്കുവാണ്. അതൊന്നും വേണ്ട മുത്തശ്ശ, എനിക്കാണെങ്കിൽ ഓഫീസിൽ പോയി ജോലി ചെയ്യാനൊന്നും ഒട്ടും താല്പര്യമില്ല. ഞാൻ ഇവിടുത്തെ വീട്ടുജോലി ചെയ്ത് കഴിഞ്ഞോളാം എന്ന് പറയുകയാണ് നയന. ഇത് അച്ഛൻ്റെ തീരുമാനമാണ് നയനെ. ഞാനും ഇക്കാര്യം അച്ഛൻ്റെ അടുത്ത് പറയാൻ വരുമായിരുന്നു. ഇനിയും എൻ്റെ മരുമകളെ ഇവിടുത്തെ അടുക്കളക്കാരിയാക്കാൻ എനിക്ക് താല്പര്യമില്ല. അല്ല അച്ഛാ, നയനമോൾക്ക് ഓഫീസിലെ സാലറി ഫിക്സ് ചെയ്തോ എന്ന് ദേവയാനി ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു ദേവയാനി. മാസം 2.5 ലക്ഷം രൂപയാണ് നയനയുടെ സാലറി. ഇതിൽ കൂടുതൽ വേണമെങ്കിൽ മോൾക്ക് എന്നോട് ചോദിക്കാം. കാരണം അത്രയും കഴിവുള്ള കുട്ടിയാ എൻ്റെ നയനമോള് എന്നൊക്കെ മുത്തശ്ശൻ മറുപടി കൊടുക്കുന്നുണ്ട്. അനാമികയ്ക്കും രേവതിക്കൊന്നും അത് കേട്ട് സഹിക്കാനായില്ല. മൂർത്തി സാറ് എന്താ തമാശ പറയുകയാണോ? എവിടെന്നോ വലിഞ്ഞു കയറി വന്നവൾക്ക് 2.5 ലക്ഷം സാലറിയുള്ള ജോലി കൊടുക്കുമെന്നോ? അതിനുള്ള എന്ത് യോഗ്യതയാ ഈ നയനക്കുള്ളത്? അവളെക്കാളും മിടുക്കുള്ളവളാ എൻ്റെ മോള്. നയനെ വീട്ടുജോലി ഏൽപ്പിച്ച് അനാമിക മോളെ ജ്വല്ലറിയിലേക്ക് ജോലിക്ക് വിടണം എന്ന് പറയുകയാണ് രേവതി. അതെ, അമ്മ പറഞ്ഞതാ ശരി. ഇനി മുതലേ ഞാൻ ഓഫീസിൽ പോയി ജോലി ചെയ്തോളാം. നയനേട്ടത്തി ഇവിടെ അടുക്കളയിലെ കറികളും ചോറും ഒക്കെ ഉണ്ടാക്കട്ടെ. വേണമെങ്കിൽ മുത്തശ്ശൻ അതിനുള്ള കൂലി അവൾക്ക് കൊടുത്തേക്ക്. വല്ല 10-20 രൂപ അതേ ഇവൾ അർഹിക്കുന്നുള്ളൂ. അല്ലാതെ 2.5 ലക്ഷം സാലറിയുള്ള ജോലിയൊന്നും ഇവൾക്ക് കൊടുക്കാൻ ഞാനും എൻ്റെ അമ്മയും സമ്മതിക്കില്ല. അങ്ങനെ പറഞ്ഞ് അനാമിക ദേഷ്യപ്പെടുന്നുണ്ട്. അത് നീയാണോ അനാമികയെ തീരുമാനിക്കേണ്ടത്? അനാമികയ്ക്ക് ജോലി വേണമെങ്കിലേ വേണുവിന് വലിയ കമ്പനി ഉണ്ടെന്നല്ലേ പറഞ്ഞ് അവിടെ പോയി ചെയ്യണം. അല്ലാതെ മൂർത്തീസ് ജ്വല്ലറിയിൽ ആർക്ക് എന്ത് ജോലി കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് അനാമികയല്ല, ജയേട്ടൻ്റെ അച്ഛനാണ്. അതുകൊണ്ട് നയന ഇന്ന് ആദർശിനോടൊപ്പം ഓഫീസിലേക്ക് പോവും. ഡിസൈനർ സീറ്റിലിരുന്ന് ജോലി ചെയ്തിരിക്കും അവള്. അനാമികയ്ക്കും രേവതിക്കും എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്തോളൂ. മോനെ ആദർശ്, നീ പവിത്രയെ വിളിച്ച് നയനക്കുള്ള ക്യാബിൻ റെഡിയാക്കാൻ പറയൂ. കൂടാതെ എല്ലാവരും ചേർന്ന് മോളെ മാലയിട്ട് സ്വീകരിക്കണം എന്നൊക്കെ പറയുകയാണ് ദേവയാനി. അതൊക്കെ ചെയ്യാമേ, ഞാനിപ്പോൾ തന്നെ പവിത്രയെ വിളിച്ച് എല്ലാം അറേഞ്ച് ചെയ്യാം. അങ്ങനെ ആദർശ് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആദർശേട്ടാ. ഞാൻ ഓഫീസിലേക്ക് വന്ന പിന്നെ ആരാ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ? അതറിഞ്ഞു വെച്ച് നവ്യേച്ചിയുടെ ഡെലിവറി കഴിയുന്നത് വരെ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടുമില്ല. എനിക്കെൻ്റെ ചേച്ചിയെയും അവരുടെ കുഞ്ഞിനെയും നോക്കണം എന്ന് പറഞ്ഞ് നിൽക്കുവാണ് നയന. എന്താ മോളെ ഇത്? നല്ലൊരവസരം നീ ആയിട്ട് കളയരുത്. നിനക്ക് താഴെ ഒരു പെൺകുട്ടിയാണ്. നന്ദുമോളുടെ കല്യാണം ആർഭാടമായി നടത്തണ്ടേ നിനക്ക്? ഇപ്പൊ നീ ഓഫീസിലേക്ക് പോയാൽ നിനക്ക് നിന്റെ വീട്ടുകാരെ നല്ല രീതിയിൽ സഹായിക്കാൻ പറ്റും. അതുകൊണ്ട് മോൾ ഓഫീസിലേക്ക് പോയേ പറ്റൂ എന്നൊക്കെ മുത്തശ്ശി ഉപദേശിക്കുന്നുണ്ട്. ഇവരൊക്കെ പറഞ്ഞതാ നയനെ അതിന്റെ ശരി. ഞാൻ കാരണം നിനക്ക് കിട്ടിയ ഈ ഓഫർ നീ വേണ്ടാന്ന് വയ്ക്കല്ലേ. എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എൻ്റെ അമ്മായിയമ്മ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ നീ വീട്ടിൽ പോയ സമയത്ത് ഞാൻ ഒറ്റയ്ക്കല്ലേ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് ഇക്കാര്യം ഓർത്ത് നീ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് നവ്യ. നയനേട്ടത്തി മാത്രമാണോ ഈ വീട്ടിലെ മരുമകള്? ഞങ്ങളൊക്കെ പിന്നെ ഇവിടുത്തെ അടിച്ചുതളിക്കാരികളാണോ? എന്തിനാ ഇവർക്ക് മാത്രം എല്ലാം കൊടുക്കുന്നത്? അനിയുടെ അമ്മ ഇതൊന്നും കേട്ട് മിണ്ടാതെ നിൽക്കുവാണോ എന്നൊക്കെ അനാമിക ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് എൻ്റെ രക്തം തിളച്ചു വരുക. ഈ നയനാന്ന് പറയുന്നവള് ഇവിടെ ഉള്ളവരെയൊക്കെ മയക്കി വച്ചിരിക്കുവാണ്. അതാണ് എല്ലാരും ഇവളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. അനാമികയ്ക്ക് പറ്റിയ ജോലി ഇവിടെ തന്നെ ഉണ്ടല്ലോ ജാനകി. നവ്യ ഗർഭിണിയാണ്. അവളുടെ കാര്യങ്ങള് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ ജലജയ്ക്ക് പറ്റുന്നില്ല. അനാമിക കുറച്ചു നാള് നവ്യ മോളെ പരിചരിച്ച് ഇവിടെ അങ്ങ് കഴിയട്ടെ. ജാനകിയുടെ മരുമകൾക്ക് വീട്ടുജോലി അറിയാത്തത് ജാനകിക്ക് തന്നെയാണ് അപമാനം. അതുകൊണ്ട് നയന ഓഫീസിൽ പോകുന്ന സമയത്ത് അനാമിക വീട്ടുജോലിയൊക്കെ പഠിച്ചു കഴിയട്ടെ എന്ന് ദേവയാനി മറുപടി കൊടുക്കുന്നുണ്ട്. നീ പറഞ്ഞത് നല്ല കാര്യമാണ് ദേവയാനി. ഞാൻ ജാനകിയോട് പലതവണ പറഞ്ഞതാണ് അനാമിക മോളെ അടുക്കളയിലോട്ട് കയറ്റാൻ. പക്ഷേ ഇവള് കേട്ടില്ല. ഇപ്പോൾ അതിനുള്ള സമയമായിരിക്കുന്നു. ഇനി മുതൽ അനാമികയും രേവതിയൊക്കെ നിങ്ങളോടൊപ്പം അടുക്കളയിൽ ഉണ്ടാവണം. ഇത് എൻ്റെ തീരുമാനമാണ്. എന്താ ഞാൻ പറഞ്ഞാൽ അനുസരിക്കാൻ അനാമിക മോൾക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. വീട്ടുജോലി ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല മുത്തശ്ശി. അതും ഈ നവ്യേട്ടത്തിക്ക് വേണ്ടി. ഈ വീട്ടിൽ ഞാൻ ഏറ്റവും വെറുക്കുന്നത് ഇവരെയാണ്. അങ്ങനെയുള്ളവൾക്ക് വേണ്ടി പണിയെടുക്കാന് എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞ് അനാമിക അതിനെ എതിർക്കുകയാണ്. അല്ലെങ്കിലും നീ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. അതിലൊക്കെ എന്താ കളർത്തി തരുവാന്ന്
ദൈവത്തിന് പോലും നിശ്ചയമില്ല. അതുകൊണ്ട് എനിക്ക് വലുത് എൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യമാണ് എന്നു പറഞ്ഞ് നവ്യ അവിടെ നിന്ന് പോകുന്നുണ്ട്. നവ്യ പറഞ്ഞത് കേട്ട് നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട അനാമികെ. നിനക്ക് ഫുഡ് ഉണ്ടാക്കാൻ പ്രശ്നമാണെങ്കിൽ നീ ജലസിയൊക്കെ പണി ചെയ്യുന്നില്ലേ, അത് നോക്കി നീയും പഠിക്ക്. കൂടാതെ നിന്റെ അമ്മ രേവതി ഉണ്ടല്ലോ, ഇവിടുത്തെ ഫുഡ് തന്നെയല്ലേ കഴിക്കുന്നത് എന്ന് ദേവയാനി പറഞ്ഞത് കേട്ട് രേവതി വരുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് കഴിക്കുന്നതിനൊക്കെ ദേവേശി കണക്ക് പറയുകയാണോ? കേട്ടില്ലേ അനാമിക മോളെ, ഇവരുടെ ആട്ടും തുപ്പും കേട്ട് എനിക്കിവിടെ കഴിയേണ്ട ആവശ്യമൊന്നുമില്ല. മോള് നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്ന് കഴിയുന്നത്. എൻ്റെ വീട്ടിൽ പോയാലേ എനിക്ക് 4 നേരം വിഭവസമൃദ്ധമായ സദ്യയാണ് അവിടെ കിട്ടുന്നത്. അതുപോലും വേണ്ടാന്ന് വെച്ചിട്ടാ ഞാനിവിടെ താമസിക്കാനായി എത്തിയത് എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അപ്പോഴേക്കും നയനയും ആദർശൊക്കെ ഓഫീസിലേക്ക് പോകാൻ റെഡിയായി വരുന്നുണ്ട്. മുത്തശ്ശന്റെയും ദേവയാനിയുടെയും അനുഗ്രഹം വാങ്ങിച്ച് നയന ആദർശിനൊപ്പം കാറിൽ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അത് കണ്ട് വഴിക്ക് വെച്ച് അവൾക്ക് എന്തെങ്കിലും സംഭവിക്കണേ എന്ന് അനാമിക പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ നയന സുരക്ഷിതമായി ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. പവിത്രയും മറ്റ് സ്റ്റാഫുകളും വന്ന് നയനയെ മാലയിട്ട് അകത്തേക്ക് സ്വീകരിക്കുന്നുണ്ട്. അതേസമയം അനാമികയും രേവതിയും വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കിച്ചണിൽ തന്നെ കയറുന്നുണ്ട്. അനാമികയ്ക്കും രേവതിക്കും കുക്കിംഗ് അറിയില്ലെങ്കിൽ ഞാൻ വേറെ പണി തരാം. എൻ്റെ കുറച്ച് തുണികളുണ്ട് കഴുകാൻ ബാക്കി വെച്ചിരിക്കുക, അതൊക്കെ രണ്ടുപേരും കൂടി ഒന്ന് അലക്കിത്താ എന്ന് ദേവയാനി പറയുമ്പോൾ എനിക്ക് നടുവിന് നല്ല വേദനയാ ദേവേശി, അതുകൊണ്ട് അങ്ങനെയുള്ള പണികളൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ജലജയെ വലതും സഹായിച്ച് ഈ കിച്ചണിൽ തന്നെ നിന്നോളാം എന്ന് പറയുകയാണ് രേവതി. എന്നാ അനാമിക മോൾ എൻ്റെ കൂടെ വാ, നിനക്കല്ലേ ഈ വല്യമ്മയോട് ഈ വീട്ടിൽ കൂടുതൽ സ്നേഹമുള്ളത്. എൻ്റെ കുറച്ച് സാരികളുണ്ട്, അതൊന്ന് അലക്കിത്താ, മെഷീനിലിട്ടാലേ അതിൻ്റെ ഭംഗിയൊക്കെ പോവും എന്ന് ദേവയാനി പറയുമ്പോൾ അനാമിക ദേവയാനിയുടെ സാരികളെല്ലാം കല്ലിലിട്ട് അലക്കി കൊടുക്കുവാണ്. എൻ്റെ ഒരു വിധി, ഈ സമയത്ത് ആ നയനാന്ന് പറയുന്നവള് AC റൂമിൽ സുഖിച്ചിരിക്കുമായിരിക്കും, എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ മനസ്സിൽ പറയുകയാണ് അനാമിക. പിന്നീട് അഭി തൻ്റെ കാമുകിയോടൊപ്പം ചുറ്റിക്കറങ്ങുന്നത് ദൂരെ നിന്നും കാണുകയാണ് നവ്യ. അതൊക്കെ അവൾ മൊബൈലിൽ പകർത്തുന്നുണ്ട്.